അവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ പറയുന്നത് വെച്ചാൽ ഒരു കിണർ കുടിച്ചപ്പോൾ അതിനകത്ത് ഈ കിണറിന്റെ പാറകൾ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് തമ്മിൽ എന്ത് ചെയ്തപ്പോഴത്തേനും റീസെന്റ് ഞാനും വൈഫും കൂടെ ഒരു വീട് സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവർക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ മെയിൻ സ്ലാബ് ക്രാക്ക് വീണിട്ടുണ്ട്, അതുവഴി വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റൂഫിങ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ ഈ ക്രാക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളവരോട് ചോദിച്ചപ്പോഴത്തേനും അവർ പറയുന്നത് വെച്ചാൽ ഒരു കിണർ കുടിച്ചപ്പോൾ അതിനകത്ത് കിണറിന്റെ പാറകൾ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് തമ്മിൽ എന്ത് ചെയ്തപ്പോഴത്തേനും പ്രകമ്പനം മൂലം ഇതുപോലെ ഉണ്ടായെന്നാണ് പറയുന്നത്. അതിനെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തത് നേരത്തെ പറഞ്ഞത് ഗ്രാജുവൽ സെറ്റിൽമെന്റ് ആണ്. ആക്ച്വലി ഓൾറെഡി സെറ്റിൽമെന്റ് സംഭവിച്ചു കഴിഞ്ഞു. അത് അവർ പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എഞ്ചിനീയറിംഗ് വിഭവത്തോട് നമ്മൾ പണിതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫൗണ്ടേഷൻ ഒരുപക്ഷെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ക്ലിയർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിരിക്കാം. പക്ഷെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് പ്രത്യേക ഒക്കോറൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ അതൊരു ഗ്രാജുവൽ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതിനെ നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഫ്രെയിം സ്ട്രക്ചറിൽ ഒരു ഫുട്ടിങ് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവായി കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു അനാലിസിസ്.